ഗോട്ടിച്ചെമ്മീൻ പാടിയിൽ തന്നെ കണ്ടുപിടിച്ച ഒരു അടിപൊളി ഐറ്റാണ്. കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ കാണാം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഗോട്ടിച്ചെമ്മീനാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഗോട്ടിച്ചെമ്മീൻ എന്ന് വെച്ചാൽ ഞങ്ങൾ പാടിയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ്. നമ്മൾക്ക് ഒരുപാട് വിഭവങ്ങൾ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ചപ്പാത്തി, ദോശ, ചോറ് എല്ലാ സാധനത്തിൽ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്തി തന്നാലോ? ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചെമ്മീനാണ്. നോക്കിക്കോളൂ, വെള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിറയെ വേറെ വ്യത്യസ്തമായ ചെമ്മീനുകളൊക്കെ ഉണ്ടാകും. ഞാൻ ഇപ്പോൾ വെള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചെമ്മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മുട്ട, കോൺഫ്ലവർ പൊടി, അരിപ്പൊടി, കടലമാവ്, കാശ്മീർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, അതായത് പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ബ്രെഡ് പൊടിച്ചതെന്ന് വെച്ചാൽ എല്ലാം ചേർത്ത് പൊടിച്ചോളൂ. അതിൻ്റെ ഇത് മാറ്റണം എന്നൊന്നുമില്ല. ആവശ്യത്തിന് മല്ലിയില, കറുവപ്പല ആവശ്യത്തിന്. പിന്നെ ഒരു കാര്യം, ചെമ്മീൻ എന്ന് വെച്ചാൽ എല്ലാ ചെമ്മീനും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണക്ക ചെമ്മീനെ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ ചെമ്മീൻ ആദ്യം നമ്മൾക്ക് ഫസ്റ്റ് ഇതിനൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ചെമ്മീൻ കഴുകി ക്ലീൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ നാരൊക്കെ എടുക്കണം. അതുകൊണ്ട് കുറച്ച് സമയമാവും. അപ്പം ഞാനൊന്നത് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. അപ്പം നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഇപ്പോൾ ചെമ്മീൻ പൊളിക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിതങ്ങനെ എടുക്കുക. എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ തല അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഇതിവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിക്കോളൂ, ഇങ്ങനെ പിടിച്ച് വലിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾക്ക് നാര് കിട്ടും. ഇത് കണ്ടില്ലേ, ഒരു കറുപ്പ് നാര്. ഈ നാരിന് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ തോടൊക്കെ പൊളിച്ച് കളഞ്ഞ് നാരെല്ലാം എടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. 1 കിലോനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 700 ഗ്രാം ഉണ്ട്. ഇപ്പോൾ അതാ നോക്കിക്കോളൂ, അത്രയേ ഉള്ളൂ വൃത്തിയാക്കിയപ്പോൾ. നമുക്കിത് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് നല്ല പോലെ ഒന്ന് കുഴയ്ക്കണം. അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോകാനാണ്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെമ്മീനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു പാന് വെച്ച് വേവിച്ചെടുക്കാം. ഒരു പാന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇതിലിടാം, വേവിക്കാം. നമ്മൾക്കൊരു ഈ കുറച്ച്, അതായത് ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം, ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. പൊടി ഇപ്പോൾ ഏത് ഉപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോൾ നമ്മൾക്കൊന്ന് വെന്താൻ നോക്കാം. ഇതൊന്ന് നല്ലപോലെ വറ്റിയെടുക്കണം വെള്ളം. അപ്പോൾ ഒന്ന് നമുക്ക് തുറന്ന് വയ്ക്കാം. വെറ്റിന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ഇത് ചൂടാറണം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ചൂടാറട്ടെ. അപ്പോൾ ചെമ്മീൻ ചൂടാറാൻ വെച്ച് പറഞ്ഞില്ലേ, നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഓ, ആയിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് നല്ല പോലെ ഇത് അരച്ചെടുക്കണം, വെള്ളമില്ലാതെ. എന്നാലേ നമുക്ക് ഗോട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത്. ഗോട്ടി അല്ലെങ്കിൽ നമ്മളങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അത് പൊട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എല്ലാം ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീർ മുളക് പൊടിയാണ് 2 സ്പൂൺ ഇടാം. പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. നല്ലപോലെ അടിച്ചതാണ്. 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 4 സ്പൂണ് കടലമാവ്, കോൺഫ്ലവർ പൊടി 4 ടേബിൾ സ്പൂണ് ഇടുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒന്ന് ലേശം തൂവി കൊടുക്കാം. കുറച്ച് മതി, നോക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ നോക്കിയിട്ട്
നോക്കിയിട്ടേ ഒഴിക്കാവൂ. നമുക്ക് ഘോട്ടി വിധത്തിൽ എടുക്കേണ്ടതാണ്. ഒരു 1/4 കപ്പ്, അതായത് ഒരു 2 സ്പൂണ് മല്ലിയില നല്ലപോലെ അരിഞ്ഞതാണ്. നേരത്തെ ഞാൻ ഇതിൽ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ. അത് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം. നല്ലപോലെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് നല്ലപോലെ എല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കോട്ടിയാക്കാം. ചെറിയ ബോളാക്കിയാൽ മതി. നല്ലോണം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഗോട്ടി വലുതാക്കിയ ഉള്ളു വേവില്ല. ഇത്തരമായിരിക്കണം. എല്ലാം ഒന്ന് നമുക്ക് ഗോട്ടിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗോട്ടിയൊക്കെ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്കൊന്ന് ചീൻചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചീൻചട്ടീന് വെച്ച് കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും പൊരിച്ചെടുക്കാൻ യൂസ് ചെയ്യാനാണ്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നേരിട്ട് ഇട്ട് കൊടുക്കണ്ട, ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മേലെ പൊട്ടിത്തെറിക്കും. കറുവേപ്പില ഊരൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതെന്തിനും ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെയൊക്കെ ഒരു മണം നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുക. അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ട ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര ആയാൽ മതി. ഞാനൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട്. ഗോട്ടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ഓരോന്ന് എടുക്കുക. ആദ്യം ഒന്നിങ്ങനെ ആക്കുക. അപ്പോൾ നമ്മുടെ ഒരു വിരലേ ഇങ്ങനെ പിടിക്കാവോ. നിറയെ വിരൽ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിലെല്ലാം ഇത് ആയി കളയും. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഗോട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോക്കാം. ഇത്രയും ആവാൻ പാടുള്ളൂ. നോക്കിക്കോളൂ. ഇതിലേക്കൊക്കെ ഒന്ന് കോരിയിടാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. രണ്ടാമത്തതും ആയിക്കഴിഞ്ഞു. നൈസിൽ തീ കത്തിച്ചിട്ട് വേണം ഇത് നമ്മൾ പൊളിച്ചെടുക്കണമെങ്കിൽ. നൈസിലെ തീ കത്തിക്കാവൂ. നൈസിൽ തീ കത്തിക്കുമ്പോൾ തന്നെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നോക്കിക്കോളൂ. നമ്മുടെ ഗോട്ടി ചെമ്മീനൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ ഗോട്ടി ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് വിളിക്കുന്നത് ഞാൻ ഫൈസലിനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ ഫൈസലെ ഒരു ഗോട്ടി ചെമ്മീൻ അല്ലെങ്കിൽ ഗോലി ചെമ്മീൻ അങ്ങനെയും പറയാല്ലേ. അപ്പൊ ഇത് നമ്മുടെ പുഷ്പമ്മ ഇവിടെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഐറ്റാണ്. പക്ഷെ നല്ലൊരു ഐറ്റാണെന്ന് തോന്നുന്നു. ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്നാ ഇവിടെ ഈർക്കിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് അടുത്ത് വേണമെങ്കിലും കഴിക്കാം. എല്ലാം നല്ല ടേസ്റ്റി മുറുക്കത്തിൽ ഉണ്ടാക്കിയതാണ്. കഴിച്ചു നോക്കോളൂ. നല്ല ക്രിസ്പിയൊക്കെ കിട്ടുന്നില്ലേ. സംഭവം പക്ക അടിപൊളി സംഭവമാണ്. ഏകദേശം കട്ട്ലറ്റിന്റെ ഒരു ടേസ്റ്റിലേക്ക് ചെറിയൊരു ടേസ്റ്റ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് സംഭവമാണ്. വെറുതെ ഇഷ്ടംപോലെ കഴിക്കാവുന്നു അല്ലേ. ചായക്ക് കഴിക്കാം. അതെ, ചോറിന് കഴിക്കാം. ഉള്ളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. പക്ഷെ നൈസിലായിരിക്കണം നമ്മൾ തീ വെച്ച്. അതെ, നൈസിലാവുമ്പോ തീ ഓവറായി കത്തിക്കാൻ പാടില്ല. കടയിൽ ഒരു മുളക് എടുത്തിട്ട് കടിക്കാം. മുളക് എടുത്തിട്ട് ഒരു 4 മണിക്കൊക്കെ ചായ കുടിക്കുമ്പോ 4 മണിക്കൊക്കെ ചായ കുടിക്കുമ്പോ അടിപൊളിയായിരിക്കും കഴിക്കാം. ചപ്പാത്തിക്ക് പറ്റും. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റി ആയ സാധനമാണ്. ആർക്കും ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ചെമ്മീൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു അഗതികൾ വരികയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയിൽ പുതിയൊരു ഐറ്റങ്ങളാക്കിയിട്ട് പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കുകയാണത്. എന്നിട്ട് ഞാൻ തന്നെ
ഉണ്ടാക്കി പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുത്തിക്കുന്നത്. സത്യത്തിൽ ഇതൊരു റിച്ച് ഫുഡാണ് പറയാം. കാരണം ഇപ്പൊ നമ്മൾ 1 കിലോ ചെമ്മീൻ കൊണ്ടാണ് ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? 1 കിലോ ചെമ്മീൻ ഇപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോ വളരെ കുറയും, 700 ഗ്രാമോളം വന്നു. അപ്പൊ അതിനനുസരിച്ച് ക്വാളിറ്റികൾ എടുത്തിട്ട്. പിന്നെ ഇത് ഏറ്റവും ഇതിലേക്ക് കോമ്പിനേഷൻ ഇപ്പൊ ഞാൻ കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് കട്ടൻ ചായക്കാണ്. ഇപ്പൊ നമ്മൾ പൊറോട്ട കഴിക്കുക, ചോറ് കഴിക്കുക, ചപ്പാത്തി കഴിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ എനിക്കിത് കഴിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും തോന്നിയത് നല്ല കട്ടൻ ചായക്ക് ഇത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ പേരല്ലേ പുഷ്പമാ? അപ്പൊ എല്ലാവരും ഇതേപോലെ ഒക്കെ ഉണ്ടാക്കട്ടെ. അതെ, ഇതിപ്പോ കുറച്ച് ഒരു 1 കിലോ ഒന്നും ഉണ്ടാക്കണ്ടല്ലേ, കുറച്ച് ചെമ്മീൻ വെച്ചിട്ട് 1 കിലോ വെച്ചിട്ട് ചെയ്യാ. 100 എത്രയാണ് വെച്ചാ വീട്ടിലെ ഒരു 4 ചെമ്മീനുള്ള വെച്ചാ അതിനനുസരിച്ച് എടുത്തിട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം, എന്നിട്ട് പുഷ്പമേനെ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.